Okay, dear students, ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നിങ്ങൾ മിസ്സിന്റെ കഴിഞ്ഞ പാർട്ടിലെ ക്ലാസ് എടുത്ത ഓരോ സബ്ജക്റ്റും നമ്മുടെ പാർട്ട് ബേസ് ഫോളോ ചെയ്ത ഓരോ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. എല്ലാത്തിലുപരി എന്താണ് നമ്മൾ ഇത്രയും പാർട്ടുകൾ ഫോളോ അപ്പ് ചെയ്തു വരുന്നതിലൂടെ നമ്മൾ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്നിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഇൻകം ടാക്സ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ള പാർട്ട് മുന്നോട്ട് പോകുന്നത്. ഏത് ആക്ട് പ്രകാരമാണ്? നമ്മൾ ഇതുവരെ ചെയ്ത ഓരോ പാർട്ടും 1961 എന്ന് പറഞ്ഞ ആക്ടിൽ കൊടുത്ത സെക്ഷൻ പ്രകാരം നമ്മുടെ ഇന്ത്യൻ ലോ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ലോ ഇന്ത്യൻ നിയമത്തിൽ അല്ലെ, ഇന്ത്യയിൽ നമ്മളെ എഴുതപ്പെട്ട ഭരണഘടന നമ്മൾ പറയില്ലേ, അതിലുള്ള ഓരോ സെക്ഷൻ 1 to ഒരു 60 ഒരു സെക്ഷൻ എ, സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ ബിയില് സെക്ഷൻ 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോ സെക്ഷനും കവർ ചെയ്ത് പോരുന്നുണ്ട്. ഫോളോ ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓരോ സെക്ഷനിലും ഓരോരോ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ പാർട്ടിൽ തന്നെ നമ്മൾ എന്താ പറയുക, ഡിഡക്ഷൻ ഫോർ മെഡിക്കൽ സർവീസ് ഇൻഷുറൻസ്, ഡിഡക്ഷൻ ഫോർ വെഹിക്കിൾ, ഡിഡക്ഷൻ ഫോർ റെന്റ് ഫ്രം ദ എംപ്ലോയീസ് ഹൗസ്, പിന്നെ ഡിഡക്ഷൻ ഫോർ their buildings, പിന്നെന്താ ഡിഡക്ഷൻ ഫോർ their disability, ഡിഡക്ഷൻ ഫോർ their handicap, അങ്ങനെ കുറെ അതൊക്കെ എന്താണ് സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3 എല്ലാം ഡിപ്പെൻഡ് ചെയ്ത് എന്തിലാണ്? നമ്മുടെ നിയമമായ 1961 ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ഓരോ പാർട്ടിലും ഡിസ്കസ് ചെയ്ത് വരുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ അതിന്റെ ഫോളോ അപ്പ് തന്നെയാണ് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഒരു ഇതിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് ആണ്. അത് അസസ്മെന്റ് മീൻസ് ഒരു അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രക്രിയ അല്ലെങ്കിൽ പ്രാക്ടിക്കലി നമ്മൾ അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ള ചാർട്ടും ടേബിളും വെച്ചിട്ടുള്ള ഒരു കളിയാണ് എന്ത് ഇതിലുള്ളത് അല്ലെ. അസസ്മെന്റ് ചെയ്യുക ഓരോ ചാർട്ട് പ്രകാരം, ടേബിൾ പ്രകാരം ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻ അല്ലെങ്കിൽ ഒരു പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലുള്ളതാണ് ഇൻകം അണ്ടർ ഇൻഡിവിജ്വൽ ഹെഡ്സ്. ഒരു ഇൻഡിവിജ്വലിന് ഇൻകം കിട്ടുന്നത് അതിൻ്റെതായ റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ടും ടേബിളും ഒക്കെ നമുക്ക് മിസ് പറഞ്ഞുതരാം. നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം. ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണല്ലോ, അത് എസ് എ ക്വസ്റ്റ്യൻ ആയിട്ടാണ് വരിക. മിസ് അവിടെ എസ് എ വേറെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വരുന്നത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്. ക്യാപിറ്റൽ ഗെയിൻസ് എന്താ നമ്മൾ മിസ് റിപ്പീറ്റ് ചെയ്യുന്നല്ലോ. എന്താ ക്യാപിറ്റൽ ഗെയിൻ? ഒരാൾക്ക് കിട്ടുന്ന പേഴ്സണൽ പ്രോഫിറ്റ് എന്നൊക്കെ പറയും. ഗെയിൻ എന്ന് പറഞ്ഞാൽ ലഭിക്കാന്നാണ്, പ്രോഫിറ്റ് ആണ് ക്യാപിറ്റൽ ഗെയിൻ. പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസ്, മറ്റുള്ള സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഇൻകം, മറ്റുള്ള സോഴ്സസിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഒക്കെ തന്നെയാണ് നമുക്ക് ഇതിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ മൊത്തത്തിൽ അതാണ് അസസ്മെന്റ് ആണ്. ഇതെന്താണ് ചാർട്ടും ടേബിളും ഒക്കെ വെച്ചിട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്ത് മാർക്ക് വാങ്ങുന്ന ഒരു സെക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇല്ലസ്ട്രേറ്റ് ചെയ്യും മിസ് എന്ത് ചെയ്യും, നിങ്ങൾക്ക് പേജ് നമ്പറും സെക്ഷനും ഒക്കെ പറയും. നിങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്ന നോട്ടിൽ അതിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇല്ലസ്ട്രേറ്റ് ചെയ്യുക. അതിന്റെ ചാർട്ട് മനസ്സിലാക്കുക, അതിലെ കണ്ടന്റ് എന്താ മനസ്സിലാക്കുക. അതിന് മിസ്സിന്റെ ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിക്കുക. കമ്പ്യൂട്ട് ഇൻകം അണ്ടർ ഇൻഡിവിജ്വൽ ഹെഡ്സ് ആൻഡ് കമ്പ്യൂട്ട് ഗ്രോസ് ടോട്ടൽ ഇൻകം. കമ്പ്യൂട്ട് ചെയ്യാൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകം. നമുക്ക് നോക്കാം മൊത്ത വരുമാനത്തെ പറ്റിയിട്ടുള്ള റിലേറ്റഡ് കാര്യങ്ങൾ. ആൻഡ് കാൽക്കുലേറ്റ് ദ ലോസസ് ഓഫ് സെറ്റ് ഓഫ് ക്യാരിഡ് ഫോർവേഡ് ദ സെറ്റ് ഓഫ് സക്സീഡഡ് ഇയേഴ്സ്. അതായത് ലോസസ്, നഷ്ടം. എന്ത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും നമ്മൾ ഇതുവരെ അധികവും നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രോഫിറ്റിനെ പറ്റിയിട്ടാ അല്ലെ. പ്രോഫിറ്റ് കിട്ടുമ്പോൾ ഗവൺമെന്റിലേക്ക് പോകുന്ന വിഹിതം, അഗ്രിഗേഷൻ ഒരു പാർട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓർമ്മയുണ്ടോ? നമ്മൾ ഈ ഒരു ഇൻകം ടാക്സിൽ അഗ്രിഗേഷൻ, അതായത് വിഹിതം, ഇവര് ഗവൺമെന്റിലേക്ക് പോകുന്ന ടാക്സിന്റെ വിഹിതം എങ്ങനെയാണ്, ഷെയർ ഹോൾഡേഴ്സിന് പോകുന്ന ഡിവിഡൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്ത്, ടൈപ്പ് ഓഫ് ഡിവിഡൻഡ്, റൂൾസ് ഓഫ് ഡിവിഡൻഡ്, പാർട്ട് ഓഫ് ഡിവിഡൻഡ്, എസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതൊക്കെ എന്താണ് ഈ വരുന്ന എന്താ പറയാ മാർക്കറ്റിംഗ് ഇൻകം ടാക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. ഇതിൽ പിന്നെ പറയാം കമ്പ്യൂട്ടർ ടോട്ടൽ ഇൻകം, കമ്പ്യൂട്ടർ ടാക്സ് ലയബിലിറ്റി, ഇൻകം ഫ്രം ദ ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം ദ അതർ സോഴ്സസ്. ക്യാപിറ്റൽ ഗെയിൻ അറിയാലോ നിങ്ങൾക്ക്. ക്യാപിറ്റൽ ഗെയിൻ നമുക്ക് നമ്മളുടേതായ സംഭവങ്ങളൊക്കെ, നമ്മളുടേതായ പ്രോഫിറ്റ് വാങ്ങുന്ന, നമ്മളുടേതായ എന്താ പറയുക ബിൽഡിങ്ങും ലാൻഡും കാര്യങ്ങളൊക്കെ നോട്ട് ചാർജബിൾ ആണല്ലേ. അത് ഗവൺമെന്റ് പേബിൾ അല്ലാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ ഇൻകം ഫ്രം അതർ സോഴ്സസിൽ എന്തൊക്കെയാ വരുന്നത് നമ്മൾ അതും ഡിസ്കസ് ചെയ്തതാണല്ലോ. എന്തൊക്കെയാണ് അതർ സോഴ്സസിൽ വരുന്നത്? നമ്മൾ ഇതാ ഇൻകം അണ്ടർ ഇൻഡിവിജ്വൽ ഹെഡ്സ്, കമ്പ്യൂട്ടിംഗ് ഓഫ് ഇൻകം ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിന്റെയൊക്കെ വീണ്ടും കുറച്ചും കൂടി ഇലാബറേഷൻ, ഇല്ലസ്ട്രേഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ,
അപ്പൊ നമ്മള് ഇതില് പറയുമ്പോൾ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ മിസ് വായിച്ചു. ഇതിൽ നെക്സ്റ്റ് പറയുന്നത് ഇൻട്രൊഡക്ഷൻ. യു നോ ദ അസസി പുട്ട് ടാക്സ് ഓൺ ദ ബേസിസ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. ഇൻകം ടാക്സ് സ്റ്റാർട്ടബിൾ എന്ന ടോട്ടൽ ഇൻകം അല്ലെ. ഇൻകം എങ്ങനെയാണ് ഇൻകം ടാക്സിലേക്ക് പോകുന്നത്? ഒരാളുടെ മൊത്ത വരുമാനത്തിൽ നിന്ന് ശതമാനം ഇത്ര ശതമാനം എന്നുള്ള ഒരു കണക്കൊക്കെ ഉണ്ടല്ലേ ഗവൺമെന്റിലേക്ക് പോകുന്നത്. ദ ഇയർ ഓഫ് റേറ്റ് റിസ്ക് ഫിനാൻഷ്യൽ ആക്ട് ഓഫ് അസസ്മെന്റ്, ഇയർ ഓഫ് റെലവന്റ് ദാറ്റ് പ്രീവിയസ് ഇയർ. ടോട്ടൽ ഇൻകം ഡിഫൈൻഡ് ബൈ ഇൻകം കമ്പ്യൂട്ടഡ് അണ്ടർ ദ പ്രൊവിഷൻസ് ഇൻകം ടാക്സ് 1961 അല്ലെ. നമ്മളിപ്പോ മീൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറഞ്ഞു അല്ലെ, നമ്മൾ ഈ ഒരു വലിയൊരു സെക്ഷൻ നമ്മൾ ഓരോന്ന് പാർട്ട് ബേസ് ആയി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുമ്പോഴൊക്കെ എന്ത് സെക്ഷൻ 1961 പറയുന്നത് സെക്ഷൻ ആക്ട് പ്രകാരം. ഇവിടെ എന്താ പറയുന്നത്? ഇൻ ദിസ് അണ്ടർ ദിസ് ആക്ട് ദ സെയിം ഫോം ഓഫ് ബേസിസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ദ ടാക്സ് പേയബിൾ preferable and the assessee. We will be study how the income of different leads of computer. ഒരാൾക്ക് ഇൻകം കിട്ടുന്നത് അവിടെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിന് കമ്പ്യൂട്ട് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണ് അതിന്റെ ശതമാനം എവിടേക്ക് പോകുന്നത്? ഇന്ത്യൻ എങ്ങോട്ട് പോകുന്നത്? ഇന്ത്യൻ ഇതിലേക്ക് നമ്മുടെ ഇന്ത്യയിലുള്ള ടാക്സിലെ നമ്മൾ ടാക്സ് ആയിട്ട് ഇന്ത്യൻ എക്കണോമിക് ഡിപ്പാർട്ട്മെന്റ് പിടിക്കുന്നത് നോക്കാം. സ്റ്റെപ്പ് ഇൻ കമ്പ്യൂട്ടേഷൻ ടു ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിന്റെ കമ്പ്യൂട്ടേഷൻ സ്റ്റെപ്പുകളാണ് ഇനി എക്സേ ആയിട്ട് ഇതാ പറഞ്ഞു കമ്പ്യൂട്ടേഷൻ ഓഫ് ടോട്ടൽ ഇൻകം. മിസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം അതായത് ഇത് സ്റ്റെപ്പ് നാക്കി മാറ്റും ചെയ്യും. സ്റ്റെപ്സ് ഓഫ് കമ്പ്യൂട്ടേഷൻ ഓഫ് എന്ത് ഇൻകം? ടോട്ടൽ ഇൻകം. ടോട്ടൽ ഇൻകത്തിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെ? എസ്സേക്ക് പ്രതീക്ഷിക്കുക കേട്ടോ മക്കളെ. നിങ്ങൾ എന്ത് ചെയ്യാ? എസ്സേ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ സ്റ്റെപ്പുകൾ നോക്കാം. ആൻഡ് ഫസ്റ്റ് സ്റ്റെപ്പ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫോർ ഈച്ച് സോഴ്സ് അണ്ടർ എ പെർട്ടിക്കുലർ ഹെഡ്. ഏതെങ്കിലും പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. ടാക്സബിൾ ഫണ്ടുകളും കാര്യങ്ങളും കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ? ഒരു സ്പെസിഫിക് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഫ്രം ഈച്ച് സോഴ്സ് അണ്ടർ പെർട്ടിക്കുലർ ഹെഡ്. പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് നോക്കിയിട്ടാണ് ആദ്യം എന്ത് ചെയ്യുക? ഈ ഫണ്ട് എങ്ങനെയൊക്കെ എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം അണ്ടർ ഈച്ച് ഹെഡ്. ആദ്യം സ്പെസിഫിക് ഓരോന്ന് എടുക്കണം. പിന്നെ ഓരോന്നിലും എന്ത് ചെയ്യണം? ഓരോ ഈച്ച് ഹെഡ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ ഇൻകം ഈച്ച് ഹെഡ് ഓരോന്നും സെർച്ച് ചെയ്യുക. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഗ്രോസ് ടോട്ടൽ ഇൻകമിലെ മൊത്ത വരുമാനത്തെ പറ്റി നമ്മൾ എന്ത് ചെയ്യുക? കമ്പ്യൂട്ട് ചെയ്യുക. പിന്നെ അസേർട്ടിംഗ് ദ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ ആസ് നമ്മൾ അണ്ടർ ചാപ്റ്റർ ആൻഡ് ഇൻകം ആൻഡ് റൗണ്ട് ഓഫ് നിയറസ്റ്റ് 10. ഹെഡ് വൈസ് കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകം. ഹെഡ് എന്താണ് നെക്സ്റ്റ് പറയുന്നത്? ഇൻകം ഫ്രം സാലറീസ് നോക്കണം. ഇതിൽ തന്നെ ഉള്ളതാണ്. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസിൽ അല്ല, കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകത്തിലാണ് മിസ് പറയുന്നത്. ഈ കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകത്തിലാണ് സാലറി എന്തൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ സാലറി എക്സ്ട്രാ പറയുന്നതാണ്. സാലറി എക്സ്ട്രാ അതിൽ ഉൾപ്പെടുന്നതാണ് മിസ് പറയുന്നത്. സാലറീസ് പിന്നെന്താ ഉൾപ്പെടുന്നത്? സാലറീസ് ആൻഡ് ഹൗസ് പ്രോപ്പർട്ടി. ഹൗസ് പ്രോപ്പർട്ടി. നെക്സ്റ്റ് എന്താ ഉൾപ്പെടുന്നത്? പ്രോഫിറ്റ് ഗെയിൻസ്. ഗെയിൻസ് അല്ല, ഈ സംഭവങ്ങൾ എന്തിലുണ്ട്? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകത്തിൽ ഉൾപ്പെടുന്ന ഒരു പോയിന്റ് ആണ്. ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻസ്, ഇൻകം ഫ്രം അതർ സോഴ്സസ്. ഓക്കെ, അതർ ഇൻകം ആണ്. ഇൻകം ഫ്രം അതർ സോഴ്സസ് ഒക്കെ എന്തിൽ ഉൾപ്പെടുന്നു? കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻകത്തിൽ എസ്സേയിൽ ഉൾക്കൊള്ളിക്കാവുന്ന പോയിന്റ്സ് ആണ് മിസ് ഇപ്പോ നിങ്ങളോട് ഡിസ്കസ് ചെയ്തത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം എന്താണ്? കമ്പ്യൂട്ടേഷൻ ചെയ്യൽ എങ്ങനെയാണ്? എന്തിനെ? ഗ്രോസ് ടോട്ടൽ ഇൻകം എങ്ങനെയാണ്? ഹാവിംഗ് കമ്പ്യൂട്ടഡ് ഇൻകം അണ്ടർ ഇൻഡിവിജ്വൽ ഹെഡ്സ്, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് അഗ്രിഗേഷൻ ഓഫ് ഇൻകം അണ്ടർ ഓൾ ദി ഹെഡ്സ്. The income computed under any heads of laws, such laws is allowed to be adjusted gain income under the other heads. The loss arising from speculation business cannot be set off either out of profit any other business or income under other head. Loss എന്താ? ലോസ് എന്ന് പറഞ്ഞാൽ നഷ്ടം. എന്ത് ബിസിനസ് എന്ത് നമ്മൾ ഇതുവരെ അധികവും നമ്മൾ ഡിസ്കസ് ചെയ്ത് പ്രോഫിറ്റ് ബേസും ടാക്സ് പോകുന്നതും അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഇവിടെ നമ്മൾ ലോസ് ആണ്. എന്താ ലോസ്? carried forward can be against income under the same head of any. നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലെ ലോസും എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം.
carried forward laws to set up against speculation of profit only. ലാഭത്തെ ബേസ് ചെയ്തിട്ട് അതിന് എത്രത്തോളം ശതമാനം നഷ്ടമുണ്ടെന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. ബിസിനസ് ലോസ് ക്യാൻ ബി അഗെയിൻസ്റ്റ് ദ ബിസിനസ് ഇൻകം. സെയിം ബിസിനസ് ഓഫ് ഡിസ്കണ്ടിന്യൂഡ് അല്ലെ, ബിസിനസ് ഡിസ്കണ്ടിന്യൂഡ് ആക്കാൻ തോന്നുന്ന വിധത്തിൽ ലോസ് വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാരണം ബിസിനസ് ലോസ് ക്യാൻ ബി സെറ്റ് ഓഫ് അഗെയിൻസ്റ്റ് ദ ബിസിനസ് ഇൻകം. ബിസിനസ് കിട്ടുന്ന വരുമാനത്തിന്റെ നേരെ വിപരീതമാണ് എന്ത്, ബിസിനസ്സിൽ കിട്ടുന്ന നഷ്ടം. അത് അനലൈസ് ചെയ്യണം. Then loss under the head business can be carried forward. The 8 succeeding the assessment years were absorb the disposition of carried forward the set off against the business income. അതായത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് ഇൻകം അതായത് ബിസിനസിന്റെ വരുമാനത്തിന്റെ നേർ വിപരീതമാണ് എന്ത്, ബിസിനസ് ലോസ്. ബിസിനസ് ഇൻകത്തിന്റെ അതേ എന്തു നമുക്ക് പ്രതീക്ഷിക്കാം, ലോസും നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് എന്താണ്, പ്രോഫിറ്റിന് അധികം നമ്മൾ പ്രോഫിറ്റ് ബേസ് ചെയ്തിട്ടുള്ള ടാക്സും കാര്യം. അപ്പൊ ഇവിടെ ലോസ് ആണ്. അപ്പൊ ബിസിനസ്സിന് കിട്ടുന്ന വരുമാനത്തിന്റെ വേറൊരു ഭാഗമാണ് നഷ്ടം എന്ന് പറഞ്ഞത്. ഈ നഷ്ടം അനലൈസ് ചെയ്തിട്ടാണ് ദ ഇയർ ബൈ analyzing to be carried forward without any limitation as to time. അല്ലെ, ലിമിറ്റേഷൻ അതായത് നിയന്ത്രണാതീതമായ ലോസും നിയന്ത്രണാതീതമായ ബെനിഫിറ്റും അല്ലെ പ്രോഫിറ്റും ഒക്കെ എന്താണ് കറക്റ്റ് അനലൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, loss arising from long-term capital gain can be carried forward to 8 succeeding assessment of years. അതായത് loss arising from long-term capital gain, loss അതായത് നഷ്ടങ്ങൾ ഏതുമാവാം, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആയി മാറാനും സാധ്യതയുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ കയ്യിലുള്ള സ്വന്തമുള്ള സെൽഫ് അസറ്റുകൾ അല്ലെ, നമ്മുടെ സ്വന്തം സ്വത്തുക്കൾ മൂലം എന്തും വരാം. ലോങ് ടേൺ, ഇവിടെ ലോങ് ടേൺ ആണ് കൊടുത്തത്, ഷോർട്ട് ടേൺ അല്ല കേട്ടോ. ലോങ് ടേൺ ലോസ് അതായത് അത് പ്രകാരവും കുറച്ച് നീണ്ട കാലയളവിലേക്കും എന്ത് സംഭവിക്കാം, നഷ്ടം സംഭവിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡിവിഡൻഡ് ഇൻകം ടാക്സബിൾ ഇൻ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡേഴ്സ്. എന്തായിരുന്നു ഡിവിഡൻഡ്? നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലോ. വാട്ട് ഈസ് ഡിവിഡൻഡ് ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. വാട്ട് ഈസ് ഡിവിഡൻഡ്? ദ ഡിവിഡൻഡ് ഇൻകം ഫ്രം എ ഡൊമസ്റ്റിക് കമ്പനി വാസ് അക്സെപ്റ്റഡ് ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡർ ബൈ വെർച്യൂ എക്സെപ്ഷൻ നമ്മുടെ സെക്ഷൻ 34 1961 എന്നുള്ള നമ്മുടെ ഇൻകം ലോ ഓഫ് ഇൻകം ഇല്ലേ, അതിന്റെ ഇൻകം ടാക്സിന്റെ സെക്ഷൻ 1034 എന്ത് പറഞ്ഞത്, ഡിവിഡൻഡിനെ പറ്റി. ഈ ഡിവിഡൻഡ് എന്തായിരുന്നു, ഒരു ക്യാഷ് ആണ് ഡിവിഡൻഡ്. ആർക്ക് കിട്ടുന്ന, ഏജന്റിന് കിട്ടുന്ന, ആര് വഴി ഷെയർ ഹോൾഡേഴ്സ് തമ്മിൽ എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കിട്ടുന്ന ഒരു വിഹിതത്തിനെയാണ് ഡിവിഡൻഡ് എന്ന്, ഒരു ലാഭം അല്ലെങ്കിൽ ഒരു കമ്മീഷൻ, അതിനെന്ത് ഡിവിഡൻഡ് എന്ന് പറയുന്നു. ഈ ഡിവിഡൻഡ് ഇൻകം ഫ്രം ഡൊമസ്റ്റിക് കമ്പനി വാം എക്സംപ്റ്റഡ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഷെയർ ഹോൾഡർ. അതായത് ഷെയർ ഹോൾഡേഴ്സിന്റെ കയ്യിലുള്ള ഇത് കാണാത്തൊരു തുകയാണ് അല്ലെ, ഓപ്പൺലി ആരും അറിയാത്തൊരു തുകയാണ് ഡിവിഡൻഡ്. ഇത് അണ്ടർ ദ സെക്ഷൻ 34 എന്ന സെക്ഷനിൽ ഇത് അംഗീകരിച്ചതുമാണ്. ആൻഡ് ഇൻകം ടാക്സ് ആക്ട് ടിൽ അസസ്മെന്റ് ഇൻ ഇയർ 20 to 21 year a company was liable to pay dividend distribution tax DDT. എന്താണ് DDT? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. ഓക്കെ, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറഞ്ഞ അംഗീകൃതമായിട്ടൊരു സംഭവത്തിലേക്കാണ് പിന്നീട് അത് പോയത് അല്ലെ. DDT മറന്നു പോകരുത്. എന്താണ് DDT? ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്നതാണ് DDT. DDT മീൻസ് ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ്. ഡിവിഡൻഡ് ഇത് എക്സാം ചോദിച്ചു കേട്ടോ. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ആണ്, ആക്ട് അല്ല കേട്ടോ. ടാക്സ് TAX DDT. ഓക്കെ, അപ്പൊ ഇതും ഇൻകം ഫ്രം അതർ സോഴ്സസിൽ വരുന്നതാണ്. മറന്നുപോയത് ചിലപ്പോൾ അത് വൺ വേർഡിനോ ചെറിയ ഷോർട്ട് ക്വസ്റ്റ്യൻ ആയി ചോദിക്കും. DDT, വാട്ട് ഈസ് DDT? ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ. അപ്പൊ ഡിവിഡൻഡ് എന്താണെന്ന് മനസ്സിലായാൽ എന്ത് ചെയ്താൻ പറ്റുള്ളൂ, ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എഴുതാൻ പറ്റും. അപ്പൊ മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യാൻ, നന്നായി തയ്യാറെടുത്ത് എക്സാമിന് പ്രിപ്പയർ ആവും. ഓക്കെ.